നമസ്കാരം. പൂർണ്ണമായി വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭൂപ്രദേശത്തെയാണ് ദ്വീപുകൾ എന്ന് പറയുന്നത്. നദികൾ, കടലുകൾ, തടാകങ്ങൾ എന്നിവയുൾപ്പെടെ ഏത് ജലാശയത്തിലും ദ്വീപുകൾ ഉണ്ടാകാം. ആഫ്രിക്കൻ രാജ്യമായ കെനിയയുടെ വടക്ക് പടിഞ്ഞാറുള്ള തടാകമാണ് തുർക്കണ. ഈ തടാകത്തിനെ ചുറ്റിപ്പറ്റി അനേകം ചെറു ദ്വീപ സമൂഹങ്ങളുണ്ട്. ഓരോ ചെറു ദ്വീപും ഓരോ ഗോത്രവർഗ സമൂഹങ്ങളുടെയും ആസ്ഥാനമാണ്. ചുറ്റും വെള്ളമായതിനാൽ മീൻപിടുത്തമാണ് ഇവരുടെയെല്ലാം പ്രധാന ഉപജീവന മാർഗം. ഇത്തരത്തിൽപ്പെട്ട ഒരു കുഞ്ഞൻ ദ്വീപാണ് എൻവൈഡൻറ്റ്. ഗോത്രഭാഷയിൽ തിരിച്ചു വരാൻ കഴിയാത്ത സ്ഥലം എന്നർത്ഥം. 1900-കളിൽ എൻവൈഡൻറ്റ് ദ്വീപിൽ 60ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്നു. തുർക്കണ തടാകത്തിൻ്റെ സ്വഭാവ സവിശേഷം എന്തെന്നാൽ ഓരോ ഭാഗങ്ങളിലും ഓരോ തരം മീനുകളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ദ്വീപ സമൂഹങ്ങളിൽ താമസിക്കുന്ന പല ഗോത്രവർഗങ്ങളും തങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന മീനുകൾ കൈമാറ്റം ചെയ്യാനായി പരസ്പരം മറ്റുള്ള ദ്വീപുകളിൽ ചെല്ലാൻ അനുമതി നൽകിയിരുന്നു. ഇതിലൊന്നും പെടാതെ ജീവിച്ചിരുന്ന ഗോത്രവർഗമായിരുന്നു എൻവൈഡൻറ്റ് ദ്വീപിലുള്ളവർ. അപൂർവമായി മാത്രം മറ്റുള്ള ദ്വീപ് തീരങ്ങൾ വഴി അവർ സഞ്ചരിച്ചിരുന്നു. ബാക്കിയുള്ള സമയം ദ്വീപിൽ തന്നെ കഴിച്ചു കൂട്ടുകയായിരുന്നു ഇവരുടെ രീതി. അങ്ങനെയിരിക്കെ വല്ലപ്പോഴും മാത്രം പുറത്തു വന്നുകൊണ്ടിരുന്ന അവരെ ഒരു നാൾ കാണാതായി. പിന്നീട് അവരുടെ അംഗസംഖ്യ കുറയുന്നതായി മറ്റുള്ള ദ്വീപ് നിവാസികൾ ശ്രദ്ധിച്ചു. ആരോടും ഇടപഴകാൻ കൂട്ടാക്കാത്തവരായതുകൊണ്ട് മറ്റുള്ളവർ ഒന്നും ചോദിക്കാനും മെനക്കെട്ടില്ല. മാത്രവുമല്ല, അവരിൽ കണ്ട സ്വഭാവ മാറ്റ വ്യതിയാനങ്ങളും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി. രാത്രികാലങ്ങളിൽ എൻവൈഡൻറ്റ് ദ്വീപിൽ കേൾക്കുന്ന അട്ടഹാസങ്ങളും നിലവിളികളും ആർത്തനാദങ്ങളും മറ്റുള്ള ദ്വീപുകളിൽ ഒരു നേർത്ത ശബ്ദം പോലെ കേട്ടിരുന്നു. കുറെ നാൾ കഴിഞ്ഞ് ആ ദ്വീപിലെ ആളുകളുടെ തുർക്കണ തടാകത്തിലെ അസാന്നിധ്യം അവർ ഗൗനിക്കാൻ തുടങ്ങി. എന്താണ് അവർക്ക് സംഭവിച്ചതെന്നറിയാൻ ദ്വീപ സമൂഹങ്ങളിലെ ഗോത്ര തലവന്മാർ കുറച്ചുപേരെ അങ്ങോട്ടയക്കാൻ തീരുമാനിച്ചു. അന്വേഷിക്കാൻ പോയവർ മടങ്ങി വന്നില്ല. പിന്നീട് കുറേയധികം ആളുകളെ പലതവണ അയച്ചെങ്കിലും അവരൊന്നും തന്നെ മടങ്ങിയെത്തിയില്ല. ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ആ ദ്വീപിനെ അവരുടെ ഭാഷയിൽ മടങ്ങി വരാൻ കഴിയാത്ത കര എന്നർത്ഥത്തിൽ എൻവൈഡൻറ്റ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പുറം ലോകം അറിയാതെ കിടന്ന ഈ ദുരൂഹ ദ്വീപിനെ കുറിച്ച് ആദ്യമായി അറിയുന്നത് വിവിയൻ ഫ്യൂച്ച് എന്ന അമേരിക്കൻ ഭൗമ ശാസ്ത്രജ്ഞൻ വഴിയാണ്. തുർക്കണ തടാകത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ പഠിക്കുവാൻ 1934-ൽ ഫ്യൂച്ചും സംഘവും ഈ ദ്വീപ് സമൂഹങ്ങളിൽ വരികയുണ്ടായി. ദ്വീപ് നിവാസികളിൽ നിന്നും എൻവൈഡൻറ്റ് ദ്വീപിനെ കുറിച്ച് കേട്ടറിഞ്ഞ ഫ്യൂച്ച് തൻ്റെ പര്യവേക്ഷണ സംഘത്തിലുണ്ടായിരുന്ന മാർട്ടിൻ ഷെഫീൽഡ്, ബിൽ ഡൈസൺ എന്നുപേരുള്ള 2 പേരെ സർവ്വസന്നാഹങ്ങളോടെ അങ്ങോട്ടേക്ക് അയച്ചു. പക്ഷേ അവരും മടങ്ങി വന്നില്ല. അവിടെ നിന്നുള്ള അവസാന സന്ദേശം ഫ്യൂച്ച് പറയുന്നത് ഇങ്ങനെയാണ്. അവർ പോയതിൻ്റെ 2ാം നാൾ ബിൽ ഡൈസൺ ഹാം റേഡിയോ വഴി പറഞ്ഞു, "സാർ, ഇവിടുത്തെ സംഭവങ്ങൾ പറയാൻ എനിക്കാകുന്നില്ല." ഇത് പറയുമ്പോൾ അയാളുടെ ശബ്ദത്തിൽ ഭയം നിഴലിച്ചിരുന്നതായി അനുഭവപ്പെട്ടു. എല്ലാവരെയും നിഷ്ഠൂരമായി അവർ കൊന്നു. ആരാണെന്ന് ഞാൻ ചോദിക്കുന്നതിന് മുൻപ് അവ്യക്തമായ ചില ശബ്ദങ്ങൾ കേട്ടു. പിന്നീട് ഹാം റേഡിയോ നിശ്ചലമായി. എന്താണ് ഈ ദ്വീപിൻ്റെ ദുരൂഹത എന്നറിയാൻ ഒരു ഹെലികോപ്റ്ററിലൂടെ ഫ്യൂച്ച് അവിടെ മാകെ നിരീക്ഷിച്ചെങ്കിലും അഴുകിയ കുറെ മുതലകളുടെ ശവങ്ങളും ദ്വീപ് നിവാസികളുടെ ഒരു കേടുപാടും കൂടാതെ നിൽക്കുന്ന വീടുകളും മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. 2011-ൽ കെനിയയിലെ ഒരു ചാനൽ ഈ ദ്വീപിനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ പോയിരുന്നു. ഇതിലെ സംഘാംഗങ്ങൾ ആരും തന്നെ മടങ്ങി വരാത്തതാണ് പുതിയ കാലഘട്ടത്തെ ദുരൂഹതയായി ഈ ദ്വീപ് മാറിയത്. ഇത്രയും നിഗൂഢത ആ ദ്വീപിന് വന്നത് എന്തുകൊണ്ടാകും? ചിലർ പറയുന്നത് അന്യഗ്രഹജീവികളുടെ പ്രവേശന കവാടമാണ് എൻവൈഡൻറ്റ് ദ്വീപ് എന്നാണ്. അതല്ല, മനുഷ്യമാംസം തിന്നുന്ന നരഭോജികളുടെ താവളമാണ് ഈ ദ്വീപ് എന്നും ചിലർ പറയുന്നു. വരും കാലങ്ങളിൽ സത്യം അതെന്ത് തന്നെ ആയാലും ശാസ്ത്രം അത് തെളിയിക്കട്ടെ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.